അങ്ങനെ തിരുനെൽവേലിയിലേക്കുള്ള യാത്രയിൽ അടുത്ത ഒരു ചെറിയ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇത് തിരുനെൽവേലി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് തിരുനെൽവേലിയുടെ ഈ ഒരു സൈഡിലെ അതായത് ഒരു പഴയ കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നു. തിരുനെൽവേലി ടൗണിന്റെ പഴയ ഭാഗങ്ങളിലെ കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം പാളയപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്, തിരുനെൽവേലി അല്ല, സോറി. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാളയപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുനെൽവേലിയിലേക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം 25 എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ 27 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 10-12 കിലോമീറ്റർ കൂടുതൽ ഇപ്പൊ പോന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ മാത്രമാണ്. വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണുണ്ടോ. ഇപ്പൊ പാളയപ്പെട്ടിയുടെ കാഴ്ചകളിലൂടെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ അത്ര വലിയ ഒരു ടൗണും കാര്യങ്ങളും ഒന്നുമല്ല. വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ജംഗ്ഷൻ എന്നൊക്കെ പറയാത്തേ ഉള്ളൂ. ഏകദേശം വലിയ വ്യാപാര സ്ഥാപനങ്ങളുടെ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഈ ഒരു പ്രദേശത്തില്ല. വെള്ളം കെട്ടിക്കിടക്കണുണ്ട്. ആ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ കുറെ അപകട വളവുകളുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ നല്ല വീതി വേണ്ടതാണ്. പാളയപ്പെട്ടി ടൗണിലേക്ക് നമ്മളിപ്പോ പ്രവേശിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ മുമ്പിൽ കാണുന്നതാണ് പാളയപ്പെട്ടി ടൗണിന്റെ കാഴ്ചകള്. ഒരു പഴയ പുരാതന രീതിയിലുള്ള തമിഴ്നാട്ടിലെ ഒരു എന്താ പറയുക, കവലാന്നോ അല്ലെങ്കിൽ ചെറിയൊരു ജംഗ്ഷൻ എന്നൊക്കെ പറയാം. കുറെ ദൂരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ആദ്യം ഒരു 5-6 കടകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ കേരളത്തിലെ ഒരു ജംഗ്ഷൻ തീർന്ന അങ്ങനെയാണല്ലോ. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഒരുവിധം വലിയ ജംഗ്ഷനുകളായിരിക്കില്ല. അതേപ്പറ്റി പറഞ്ഞ പോലെ തന്നെ ഇടുങ്ങിയ തെരുവുകളോട് കൂടിയ ഒരു ചെറിയ ടൗണാണ്. ഇവിടെ എത്തിക്ക് പരിപാടി നടക്കാൻ പോകണ്ടെന്ന് തോന്നുന്നു. എല്ലാം കുറെ അലങ്കാരങ്ങളൊക്കെ വച്ചു തുടങ്ങുകയാണോ എടുത്തു തുടങ്ങുകയാണ്. ഒരു പലചരക്ക് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം. തിരുനെൽവേലിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ഇടുക്കിയ സ്ഥലത്തേടെ കഴിഞ്ഞ പ്രാവശ്യം തിരുനെൽവേലി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോകുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് സംശയമുണ്ടത് ഈ ഒരു പാളയപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് വളരെ ഇടുങ്ങിയ റോഡുള്ള സ്ഥലമാണ്. അപ്പുറത്തൊരു ബസ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2 സൈഡിലേക്ക് 2 റോഡിൽ കൂടെ ബസ് പോകുന്നത് എനിക്ക് തോന്നുന്നു. കൃത്യ സിംഗിൾ റോഡാണ്. അല്ല, ഇതൊക്കെയാണ് ശരിക്കും പഴയ കാലത്തെ തമിഴ്നാട്ടിലെ ഒരു പക്ഷേ നമ്മുടെ പൊള്ളാച്ചിയും ഈ പറഞ്ഞ തിരുനെൽവേലിയും ഒക്കെ ടൗണുകളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും നിയന്ത്രിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് രാജപാളയം ആണ്. രാജപാളയം പോകുന്നുള്ള റൂട്ടാണ്. ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ തന്നെയാണ് തിരുനെൽവേലിക്ക് പോകേണ്ടത്. അപ്പൊ പാളയപ്പെട്ടി എന്ന് പറഞ്ഞാൽ ആ ചെറിയ ടൗണിലെ കാഴ്ചകളാണ്. ഇടുങ്ങിയ ടൗണുകളോട് വീതികളോട് കൂടിയ വിഗ്രഹാരങ്ങൾ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുറെ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകാൻ പറ്റുമായിരിക്കും. ഒരു ചെറിയ കോവില് ഉണ്ട്. ആ ഒരു ചെറിയ കോവിലാണെങ്കിൽ പോലും അതിന് ഒരു ഗോപുരം ഉണ്ടാകുന്നുള്ള ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ഒരു തിരുവെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് തിരുവെടുത്ത് വരുമ്പോഴുള്ള ആ പാളയപ്പെട്ടി ടൗണിലെ കാഴ്ച. നമ്മൾ വിചാരിച്ച പോലെ അല്ല. കാര്യം ഇടുങ്ങിയ തിരുവാണെങ്കിൽ പോലും ഒരുവിധം നല്ല ടൗണാണ് പാളയപ്പെട്ടി എന്ന് പറഞ്ഞത്. പക്ഷെ സിംഗിൾ റോഡുകളാണ്. ഇതിൽ തിരിച്ചു വരുമ്പോൾ ഇതിലെ പോകുന്നുള്ളത് എനിക്കറിയാം, കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പൊ ഏതായാലും ഈ ഒരു റോഡ് സിംഗിൾ ലൈനാണെന്നാണ്, 1 വേ റോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പാളയപ്പെട്ടിയിലെ ഒരു സൈഡിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സൈഡിലേക്ക് ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. മുൻവശം കാണാൻ പറ്റാത്ത ഒരു ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകുന്നത്.
അതുകൊണ്ടോ ഇതൊക്കെ ശരിക്കും ഒരു പക്ഷേ ഇവര് വെള്ള ശേഖരണം നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇതിന്റെ സൈഡിലൊക്കെ നല്ല മനോഹരമായിട്ട് ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ടെമ്പിൾ സ്റ്റാൻഡുകള് റോഡിന്റെ നടുക്ക് നിർത്തിയാണ് ആളെ കയറ്റി നിർത്തുന്നത്. ആ ബസ് വേയിലേക്ക് കയറ്റി നിർത്തുന്നതിന് വേറെ റോഡിന്റെ നടുക്ക് നിർത്തിയിട്ടാണ് ആൾക്കാർ കയറ്റി ഇറക്കുകയും ചെയ്യണം. ഇവിടുന്ന് ശുദ്ധജല വിതരണവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് വലുതായി വരുന്തോറും ഇവിടുത്തെ ഈ വാടകപ്പെട്ടി മുമ്പോട്ട് പോകുന്തോറും വാടകപ്പെട്ടി വലുതായി വരികയാണ്. ഇതാ ഇവിടുത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ഒരു തടാകം പോലെയുണ്ട്. പക്ഷെ ഈ ഒരു കുറെ സ്ഥലത്തെ ശുദ്ധജല ആവശ്യങ്ങൾക്ക് വരെ ആ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. കൃഷിക്ക് മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിലൊക്കെ പ്യൂരിഫൈ ചെയ്തൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തിരുനെൽവേലി നഗരത്തിന്റെ ഭാഗമാണ്. 56 കിലോമീറ്റർ ശങ്കരൻ കോവില്, തിരുച്ചെന്തൂർ 60, കന്യാകുമാരി 83. അങ്ങനെ തിരുനെൽവേലിയുടെ നഗര കാഴ്ചകളിലേക്കാണ് നമ്മൾ ആ പാളയപ്പെട്ടി എന്ന് പറഞ്ഞ ആ കാഴ്ചയിൽ നിന്ന് വരുന്നത്. തിരുനെൽവേലിയുടെ തന്നെ ഒരു ഭാഗമാണ് പാളയപ്പെട്ടി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു വലിയ ടൗണിന്റെ പ്രതീതി തന്നെ ആണ്, ഒരു നഗരത്തിന്റെ പ്രതീതി തന്നെയാണ്. ഇവിടെ ഒരു വലിയ ജംഗ്ഷൻ. തിരുനെൽവേലി നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് പാളയപ്പെട്ടി കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് തിരുനെൽവേലി നഗരത്തിന്റെ പഴയ ഭാഗങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുവന്നത്. ഏതായാലും നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തിരുനെൽവേലിയിലേക്ക് തിരിക്കുന്നു. തിരുനെൽവേലി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ വന്ന കാഴ്ചകളിലൂടെ നടന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഇത് കണ്ടു, ഇവിടെ ഒരു തിരുനെൽവേലി സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ട്രേഡ് സെന്റർ, ഒരു വലിയ ചന്ത നിർമ്മിച്ചിട്ടാണ്. ഏറ്റവും ആധുനിക രീതിയിലെന്ന് ആലോചിച്ച്, അത് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ചന്തയാണ് തിരുനെൽവേലി ടൗണിലെ. അപ്പൊ MKയും തങ്കമാളികയും ഡേറ്റ്സ് ആൻഡ് നെറ്റ്സ്, എത്ര വലിയ തരത്തിലുള്ള കടകളാന്ന് വെച്ചാൽ നമ്മുടെ മോശമൊന്നുമില്ല. നമ്മള് ജോയി ആലുക്കാസ് ഉണ്ട്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ, നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളും തിരുനെൽവേലിയുണ്ട്. ഇത് കുറെ കൂടി പഴയ കെട്ടിടങ്ങളുടെ എനിക്ക് തോന്നുന്നു ഒരു സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ആയിരുന്നിരിക്കാനാണ് സാധ്യത. ഇതൊക്കെയാണ് പഴയ ഭാഗത്തെ കാഴ്ചകൾ. ഇത് നടന്നു വന്ന് കണ്ടാലാണ് ശരിയാവുകയുള്ളൂ. ഏതായാലും ചില കടകളുടെ മുമ്പിൽ വലിയ ആളാട്ടോ. അപ്പൊ ഈ ഒരു കാഴ്ചകൾ നമുക്കിവിടെ നിർത്താം. കൂടുതൽ കാഴ്ചകൾ തിരുനെൽവേലിയുടെ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം.